കോന്നി മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് ചികിത്സാ നിഷേധമെന്ന പരാതി ഉയരുകയാണ്. കോട്ടയത്തേക്കും പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്കുമൊക്കെ രോഗികളെ മാറ്റുന്നത് കോന്നി മെഡിക്കൽ കോളേജിൽ ഒരു പതിവ് സംഭവമാണ്. ആശുപത്രിയിൽ കിടക്കയില്ലാത്തതിനാൽ രോഗിയെ പത്തനംതിട്ടയിലേക്ക് മാറ്റുന്നുവെന്ന ഡോക്ടറുടെ കുറിപ്പും മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. കഴിഞ്ഞ സൺഡേനാണെങ്കിൽ അമ്മ വീണപ്പോൾ ഞങ്ങൾ അമ്മയ്ക്ക് നന്നായിട്ട് 80 വയസ്സുള്ളതാണ് അമ്മയ്ക്ക്. അപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ വന്നു, ഇവിടെ എടുത്തില്ല. ഞങ്ങൾ നേരെ കോട്ടയത്ത് തന്നെ കൊണ്ടുപോയി. വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു ഈ അമ്മയും കൊണ്ട് വന്ന്. ഇത്രയും പ്രായമുള്ള ഒരു അമ്മയും കൊണ്ട് ഇവിടെ വന്നിട്ട് ഇവിടെ യാതൊരു ട്രീറ്റ്മെൻറ്റും ഇവിടെ കൊടുത്തില്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റാണ് അവിടെ തന്നത്. 80 വയസ്സുള്ള അമ്മയും കൊണ്ട് ചികിത്സയ്ക്കെത്തിയ മകൾ നേരിട്ട ദുരനുഭവമാണിത്. വീണ് പരിക്കേറ്റ് ചികിത്സ തേടി കോന്നി മെഡിക്കൽ കോളേജിലേക്ക് എത്തി. ചികിത്സ ലഭിച്ചില്ല. നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. ശസ്ത്രക്രിയ കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്ക് വീടിനടുത്തുള്ള കോന്നി മെഡിക്കൽ കോളേജിലെത്തിയാൽ മതിയെന്ന് കോട്ടയത്ത് നിന്നും ശുപാർശ ചെയ്തു. തിരികെ വീണ്ടും കോന്നി മെഡിക്കൽ കോളേജിലേക്ക്. പൈസ മുടക്കി ആംബുലൻസിൽ കോന്നി മെഡിക്കൽ കോളേജിലെത്തി. രോഗിക്ക് കിടക്കാൻ കിടക്കയില്ല, അന്നേ ദിവസം ഡ്യൂട്ടിക്ക് മതിയായ ഡോക്ടർമാരില്ല എന്നീ കാരണങ്ങൾ സാക്ഷ്യപ്പെടുത്തി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിയെ വീണ്ടും പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഞങ്ങൾ വന്നിട്ട് കറക്റ്റ് 9 മണിയായപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് കയറ്റിയതാണ് അമ്മയെ. ഇവരെന്താണ് പറയുന്നത് ഡോക്ടർ? ഇവിടെ ബെഡില്ലാന്ന് പറഞ്ഞു. ഇവിടെ വരുന്ന എല്ലാ പേഷ്യൻറ്റിനും ഇത് തന്നെയാണ് പറയുന്നത്, ഇവിടെ ബെഡില്ല. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സാധാരണക്കാർ ഇവിടെ എങ്ങനെ വരും? എന്തിനാ ഈ മെഡിക്കൽ കോളേജ്? ഇവിടെ മനുഷ്യർക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ ഇതെന്തിനാണ് ഈ ഹോസ്പിറ്റല്? ഞായറാഴ്ച രാവിലെ 9 മണിയോടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ ഇവരെ 3 മണിക്കൂറോളം വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണ് പത്തനംതിട്ടയിലേക്ക് മാറ്റിയതെന്നും ദുരനുഭവം നേരിട്ട വെട്ടൂർ സ്വദേശികൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിതിൻ തോമസ് തത്സമയം നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. നിതിൻ, ഗുഡ് മോർണിംഗ്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ കോന്നി മെഡിക്കൽ കോളേജ് തുടങ്ങുമ്പോൾ പത്തനംതിട്ട ജില്ലക്കാർക്കൊക്കെ വലിയൊരു പ്രതീക്ഷയും ആശ്വാസമൊക്കെ ആയിരുന്നു. തങ്ങൾക്കും ഒരു എല്ലാവിധ സംവിധാനത്തോടെ ഒരു മെഡിക്കൽ കോളേജൊക്കെ കിട്ടിയല്ലോ എന്ന്. പക്ഷേ 2022 തുടങ്ങിയതാണ്. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും പൂർണ്ണമായിട്ടുള്ള ഒരു സംവിധാനങ്ങൾ ഉള്ള ഒരു മെഡിക്കൽ കോളേജായി അത് മാറിയിട്ടില്ല എന്നത് കഷ്ടം തന്നെയാണ്. എത്രയോ അപര്യാപ്തതയുടെ വാർത്തകൾ നിരന്തരം കേട്ടിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നു, പുതിയ ആരോഗ്യമന്ത്രി വന്നു, അവരൊരു ശ്രദ്ധ അങ്ങോട്ടേക്ക് എത്തിയില്ലേ? ഇനിയും സമയം വേണമോ? ഇതുവരെ ഒരു ശ്രദ്ധ പുതിയ മന്ത്രിസഭ അല്ലെങ്കിൽ പുതിയ ആളുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഇതൊരു പ്രാരംഭഘട്ടത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിവീഷ് പറഞ്ഞ പോലെ തന്നെ 2022 പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ ഒരു 4 വർഷം പിന്നിടുന്നു. അപ്പോൾ ഒരു പ്രാരംഭഘട്ടത്തിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെ പോലെയോ അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ പോലെയോ ഒന്നും വിദഗ്ധ ചികിത്സകൾ ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അത്രയും ഒരു മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഒരു തരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഒരു അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. കാരണം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച, ഈ 2 ദിവസം മുന്നേ ഞായറാഴ്ചയാണ് ഇത്തരത്തിലൊരു സംഭവം ഈ കോന്നി മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അവിടെ നിന്നും ഡോക്ടർ നൽകിയിരിക്കുന്ന കുറിപ്പടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബെഡില്ല, അതായത് കിടക്കയില്ല, കിടത്തി ചികിത്സിക്കാൻ കിടക്കയില്ല, ഒപ്പം ഡ്യൂട്ടിക്ക് ഡോക്ടർമാരില്ല, അന്നത്തെ ദിവസം കൂടുതൽ ഡോക്ടർമാരില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് രോഗിയെ മാറ്റിയിരിക്കുന്നത്. അതൊരു ഗുരുതര പ്രശ്നം തന്നെയാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജ് പോട്ടെ, ഒരു ആശുപത്രി ആണെങ്കിൽ പോലും കിടത്തി ചികിത്സിക്കാനുള്ള പ്രാഥമിക സൗകര്യം വേണം. അതുപോലെ തന്നെ ഡ്യൂട്ടിയിൽ അത്യാവശ്യം ഡോക്ടർമാർ വേണം. അതൊരു പ്രാഥമിക കാര്യങ്ങളാണ്. ആ ഒരു കാര്യങ്ങളില്ല എന്നുള്ളത് ചൂണ്ടിക്കാട്ടി ഒരു ഡോക്ടറിന് ഒരു കുറിപ്പ് നൽകേണ്ടി വരിക എന്ന് പറയുന്നത്, ആ ഡോക്ടറിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അത് ആ ഡോക്ടറിൻ്റെ നിസ്സഹായാവസ്ഥയാണ്. ആ ഡോക്ടറിന് ആ സമയത്ത് അങ്ങനൊരു കുറിപ്പ് എഴുതി ആ രോഗിയെ പെട്ടെന്ന് തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിൽ ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളത് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ആ ഡോക്ടറിനെ നമുക്കൊരു വിധത്തിലും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഒരു മെഡിക്കൽ കോളേജിൽ അടിസ്ഥാന സൗകര്യങ്ങൾ
ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഭാവമുണ്ട് എന്ന് പറയുന്നത് ഗുരുതരമായ അവസ്ഥ തന്നെയാണ്. ഈ രോഗിയാണെങ്കിൽ തന്നെ ആദ്യം 80 വയസ്സുള്ള സ്ത്രീയാണ്, വീണ് പരിക്കേറ്റാണ് അവിടേക്ക് വരുന്നത്. ശസ്ത്രക്രിയ ആവശ്യമായി വന്നു. അപ്പോൾ ശസ്ത്രക്രിയയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുപക്ഷെ ഇല്ലായിരിക്കാം, അല്ലെങ്കിൽ അന്നത്തെ ദിവസം എന്തെങ്കിലും കാരണവശാൽ മാറ്റേണ്ടി വന്നിരിക്കാം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു, ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കുന്നു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് അവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് വീടിനടുത്തുള്ള ആശുപത്രിയിൽ പോവുക എന്ന് പറയുന്നു. കാരണം ഈ ഗവൺമെൻറ് ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളെയൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് പാവപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായി അത്ര മുന്നോക്കം നിൽക്കാത്ത ആളുകളായിരിക്കും കൂടുതലായിട്ടും ഈ ഇത്തരം ഗവൺമെൻറ് ആശുപത്രികളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്നും എളുപ്പത്തിൽ പോയി വരാനായിട്ടാണ് കോന്നി മെഡിക്കൽ കോളേജ് റെഫർ ചെയ്യുന്നത്. പക്ഷേ വീണ്ടും തിരിച്ച് കോന്നി മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം, ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉള്ള തുടർ നടപടികൾക്ക് കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ഡ്യൂട്ടി ഡോക്ടർമാരുടെ അഭാവവും ഉണ്ട് എന്ന് പറയുന്നത് ഒരു ഗുരുതര അനാസ്ഥ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ഗുരുതര വീഴ്ച തന്നെയാണ്. കോന്നി മെഡിക്കൽ കോളേജിന് എത്രയും വേഗം ഒരു ചികിത്സ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്.